അങ്ങനെ ലക്ഷ്മി പുറത്തായി ഗൈസ്. ലക്ഷ്മി പുറത്താവാനുള്ള കാരണങ്ങളാണ് ഗൈസ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത് ഗൈസ്. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ലക്ഷ്മി, അക്ബർ ഇതിലൊരാൾ പുറത്താവും എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും നെവിൻ പോകൂല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു ഗൈസ്. അത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെവിൻ മുത്തുമണി, അത് ഗട്ട് ഫീലിംഗ് ആണ്, വേറെ കാര്യമൊന്നുമില്ല. നെവിൻ ടോപ്പ് 5 വരും എന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോനിഷ്ട് വർത്താനം നെവിൻ വരൂലെന്ന്. ഏഹ് കാണാം നമുക്ക്. കണ്ടില്ലേ ടിക്കറ്റ് ഫിനാലെ സംഗതികളൊക്കെ കണ്ടില്ലേ, അടിപൊളി. നെവിൻ അവിടെ വരണം, ടോപ്പ് 5 വരണം. അവസാനം പൊളിച്ചെടുക്കണം, കലക്കിയതായാലും. നമ്മള് ലക്ഷ്മിക്ക് വരട്ടെ ഗൈസ്. ലക്ഷ്മിയും അക്ബറും കൂടി ആ കാറിൽ കയറി പോയ സമയത്ത് അപ്പൊ ചെറുതായിട്ടൊരു തോന്നുന്നുണ്ടായിരുന്നു അക്ബർ ഇങ്ങനെ പോവോ. ചെറുതായിട്ട് ഒരു ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് എന്നൊക്കെ പറയില്ലേ ടൈമിൽ. പിന്നെ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി അവസാനത്തെ ആഴ്ച, ഇപ്പോഴുള്ള ആഴ്ച വീക്കായിരുന്നു. പ്രത്യേകിച്ച് എന്തോന്നും തോന്നുന്നില്ല. അവള് ഭയങ്കര ഹീറോയിൻ ആയിട്ടുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, ആ സാധനം മാറിയിട്ട് അത് ഭയങ്കര ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മള് ഇങ്ങനെ എല്ലാരും ഭരിക്കുന്ന പോലെ ഒരു ചില നമ്മള് പഠിക്കണ സമയത്ത് ചില ടീച്ചർമാരൊക്കെ ഉണ്ടാവില്ല, അങ്ങോട്ട് അനങ്ങാൻ പാടില്ല, ഇങ്ങോട്ട് അനങ്ങാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, കരിയാൻ പാടില്ല, ഞാൻ വിചാരിക്കുന്ന പോലെ വേണം നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കാൻ, ശ്വാസം വിടാൻ പാടില്ല. ഇതുപോലെയുള്ള എന്തൊക്കെ കുറെ കമാൻഡിങ് ആയ കുറെ സംഗതികളൊക്കെ ആയിട്ട് കമാൻഡ്സ് ഒക്കെ ആയിട്ട് വന്നപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് കമാൻഡിങ് ഭയങ്കര ബോറായിട്ട് തോന്നി. ഇപ്പൊ ആളുകൾക്കും അങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടാവും. പിന്നെ ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം, ലക്ഷ്മിന്റെ പിയർ ടീംസിന്റെ, ലക്ഷ്മിയുടെ സപ്പോർട്ടേഴ്സിന്റെ ചെയ്യുന്ന കുറെ സംഗതികൾ, അതായത് ഷോർട്സ് ആയിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ, ഫേസ്ബുക്ക് പോസ്റ്റ്, ലക്ഷ്മിനെ ഒന്നും കാര്യമായിട്ട് കണ്ടില്ല. പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ എന്തോ ഇല്ലാത്തൊരു കണ്ടന്റ് ഉണ്ടാക്കി പറയണ പോലെയൊക്കെ തോന്നിയത്. ലക്ഷ്മി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. അത് മുമ്പത്തെ അന്നത്തെ ആ വൈബ് വെച്ചിട്ടുള്ള കുറെ കണ്ടന്റ് ഉണ്ടാക്കണ പോലെ തോന്നിയത്. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഈ ആഴ്ചയിൽ. അപ്പൊ ലക്ഷ്മി പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി പോയത് ഒരു ക്ലാസ് സംഭവമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഗതി എന്താ കേസ്, ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് പോകുമ്പോൾ സങ്കടമുണ്ട്, പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇമോഷണലി കണക്ട് ആവാണ്ടിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പോകാൻ കഴിയുന്നത്. പിന്നെ പുറത്തിറങ്ങിയാൽ നമുക്ക് ആൾക്കാരായിട്ട് കണക്ട് ഒക്കെ ചെയ്യാലോ. സൂപ്പർബ് സൂപ്പർബ്. അതാണ് ഗെയിം ഇസ് ഗെയിം. അവിടെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കോമ്പോ ഉണ്ടാക്കാൻ പോയതല്ല. പിന്നെ ലക്ഷ്മി നെവിന്റെ കാര്യത്തിൽ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ചേച്ചി അനിയനോട് പറയണ പോലെ ഒരാൾക്ക് ഒരു വൈബ് അങ്ങനെ തോന്നിയത് കൈസേ. നെവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം പറഞ്ഞു. ഞാൻ ഈ ആഴ്ചയിൽ കംപ്ലീറ്റ് വോട്ട്, എല്ലാ ദിവസവും വോട്ട് കൊടുത്തത് നെവിനാണ്. നെവിൻ അത് പറഞ്ഞില്ലേ, നെവിന് ഡിസിപ്ലിൻ കുറച്ച് കുറവുള്ളൂ, ബാക്കി എല്ലാ സംഗതികളും അടിപൊളിയാണ്. നല്ല ഇന്റലിജന്റ് ആണ്, അടിപൊളിയാണ് സംഗതികൾ. നല്ല ക്ലാരിറ്റി നെവിൻ സംസാരിക്കണം ശ്രദ്ധിച്ചെങ്കിൽ. അവൻ ഫണ്ണി ആയിട്ട് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ പലരും അവിടെ വന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യണ്ടായിരുന്നു, എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കേണ്ടിയിട്ടില്ല, അതിന്റെ താഴെ വന്നിട്ട് നെവിൻ എന്താ നെവിൻ ഊളയാണ്, നെവിന് ബുദ്ധിയില്ല, കോമാളിയാണ്, ജോക്കറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഊളകൾക്ക്, ഈഗോ ഓവറായുള്ള ഊളകൾക്ക് മാത്രമാണ് നെവിനെ പോലുള്ള ആളുകളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പാട്. അത്രേ പറയുള്ളൂ. ഇതെന്തായിരുന്നു വെച്ചാൽ ഞാനൊരു സ്റ്റേജിൽ, ഇതിന്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി, ഞാനൊരു സ്റ്റേജിൽ ഭയങ്കര ഫണ്ണി ആയിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫാമിലിയിൽ നിന്ന് ആളുകൾ പറഞ്ഞു, നീ എന്താ പൊട്ടത്തരം പറഞ്ഞു, പ്രാന്തത്തരം പറഞ്ഞു, നീ എന്താ ഫണ്ണി ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഗൈസ് അത് സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ ഒരു വൈബോ അല്ലെങ്കിൽ അതുപോലെ എന്നല്ല പറയണത്. ആ ഫണ്ണി ആയ ഒരു സൈഡിൽ അങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞാലേ ഇന്ന് ഭയങ്കര എന്താ ബുദ്ധി ഉണ്ട് കാണിക്കൊണ്ട് പലര് ചിലപ്പോൾ ബുദ്ധി കോപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഹലോ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കണത്. അതിനിടയിൽ അവൻ അവൻ്റെതായ ഒരു റിയൽ സൈഡ് ഭയങ്കര ഫണ്ണി ആയിട്ട് കാണിക്കുന്ന പറഞ്ഞാൽ എത്ര സ്ട്രെസ് അവൻ ജീവിതത്തിൽ അവൻ അനുഭവിച്ചിട്ടുണ്ട്, എത്രമാത്രം കഷ്ടപ്പാടുകളിലെ അവൻ വന്നത്. അവന്റെ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ അവൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്ത് സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഫീലിംഗ് ടൈപ്പ് ആ മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലാവും എന്നാണ് എന്റെ പ്രതീക്ഷ. അല്ലാത്ത നാറികൾക്ക് മനസ്സിലാവൂല. എന്ത് അവൻ പറയില്ല, എനിക്ക് ചെറുപ്പത്തിൽ ഒരു ഇതുണ്ട് പക്ഷെ എനിക്ക് പറയാൻ ആഗ്രഹമില്ല എന്ന്. അപ്പൊ അവൻ അതൊക്കെ അതിനൊക്കെ ഭയങ്കര ഹ്യൂമർ സെൻസ് വെച്ചിട്ടാണ് അവന്റെ ആക്ഷൻസിലൂടെ ഇതിലൊക്കെ അവതരിപ്പിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു യു മാൻ. അതൊരു സ്കില്ലാണ്. ആ സ്കില്ലിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അംഗീകരിക്കാൻ എന്താ ഇവിടെ ആളുകൾക്ക് ഇത്ര പ്രശ്നം, ഊളത്തരം കാണിക്കണത്. അതാണ് പറയണത്. ഇതൊരു ഭയങ്കര മാസ്കുലിനായ ഒരു സംഭവമാണ്. ഷാനവാസിനൊക്കെ പലരും പൊക്കി, ഷാനവാസ് ഇപ്പൊ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നുണ്ട്, വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കും. ഇവിടെ എന്തായാലും മാസ്കുലിനാവണം അങ്ങനെ അങ്ങനെ. ഈ ഒരു ലോകത്ത് ഇങ്ങനെയുള്ള ആളുകൾക്ക്, നെവിനെ പോലുള്ള ആളുകൾക്ക് കുറച്ച് ഫണ്ണി സൈഡ് കാണിക്കുന്ന ആളുകൾ അംഗീകരിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഒരു സാധാരണ രീതിയിലുള്ള ആളുകൾക്ക് ഒരു ഗ്രഡ്ജ് ഒന്നും ഇല്ലാണ്ട് ബയാസ്ഡ് അല്ലാത്ത ആളുകൾക്ക് നെവിനെ പോലുള്ള ആളുകൾ ഇഷ്ടാവും. ഒരു സംശയമില്ല ഗൈസ്, എനിക്ക് അങ്ങനെ തോന്നുന്നു. അല്ലാത്ത ആളുകൾക്ക് അത് മനസ്സിലാവില്ല. എനിക്ക് നെവിൻ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിൽ ഒരാളാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ ലക്ഷ്മി നെവിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ, നെവിൻ വിന്നറാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, അതാണ് ആഗ്രഹം. എനിക്കത് ഭയങ്കര ഇഷ്ടമായി.
ഭയങ്കര ഇഷ്ടമായി. പിന്നെന്താ വേറെ എന്താ ഇതിൽ പറയാനുള്ളത്? അപ്പൊ നിങ്ങൾ ലക്ഷ്മി പുറത്തു പോകാനുള്ള കാരണം എന്താണെന്നാണ് ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നത്? കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ നെവിൻ്റെ കാര്യത്തിലേക്ക് വരുന്നില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നെവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. ആ ഒരു കാര്യമുണ്ട്. ഞാൻ നെവിനെ കുറിച്ച് ഈ ആഴ്ചയിൽ ഒരു 2-3 വീഡിയോസ് ചെയ്തിട്ട് ഇതാണ് ഗൈസ് എനിക്ക് തോന്നണത്. അപ്പോൾ അതാണ് എന്തായാലും സംഭവം അടിപൊളിയായി. ഇനിയിപ്പോൾ എന്തായാലും ടോപ്പ് 5 എനിക്ക് തോന്നുന്നത് എൻ്റെ വൈറ്റിൽ തോന്നുന്ന ആളുകൾ ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല. നെവിൻ, അക്ബർ, വീഡിയോ നെവിൻ, ആര്യൻ, അക്ബർ, അനീഷ്, അനുമോൾ. എനിക്കിങ്ങനെ ഈ 5 പേരെയാണ് ഗൈസ് എനിക്ക് തോന്നണത്. മാർക്ക് മൈ വേർഡ്സ്, ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, അനീഷിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് അനീഷ് അവിടെ വീണ്ടും ഞാൻ എന്താണ് വീണ്ടും ജയിലിൽ പോവാൻ ഇത്രയും ജയിലിൽ കയറാനുള്ള കാരണം, ആ പരിപാടിയെ കാട് നിർത്തുന്നതായിരിക്കും അനീഷ് നല്ലത്. ബോറത്തരം കാണിക്കാതെ ആളുകൾ എത്ര ഒരേ കണ്ടന്റ് ഇട്ടിട്ട് വെറുപ്പിക്കണത്. അതുപോലെ അനുമോൾക്ക് എന്താ പറ്റിയത്? അനുമോളുടെ കിളി പാറിയായിരുന്നു. അനുമോള് വീണ്ടും വിക്ടിം കാർഡ് അടിക്കുക, ഒറ്റപ്പെടൽ നാടകം കാണിക്കുക, കരച്ചിൽ സംഭവം, അങ്ങനെ എന്തൊക്കെയായിരുന്നു. അവളെന്താ അംഗീകരിക്കാത്ത അവളുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അവള് കാണിക്കുന്ന പല കാര്യങ്ങളും ക്രിഞ്ചാണെന്നോ, അല്ലെങ്കിൽ ക്രിഞ്ച് എന്നല്ല, അതിനെന്താ വാക്ക് പറയാ, അവളെന്തോ ഒരു കാര്യത്തെ അക്നോളേജ് ചെയ്യാത്ത, അംഗീകരിക്കാത്തത്, അതെന്താ ആക്സെപ്റ്റ് ചെയ്യാത്തത്, ഒരാളെന്താ പറയണ പോലെ കേൾക്കില്ല. അവള് പല സാധനം പറഞ്ഞ സാധനം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതല്ല ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞു കിളി പാറി തോന്നണം. അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ വേറൊരു വേർഷൻ അത്. ചില ആളുകളില്ല അഹങ്കാരം. ഷാനവാസിനെ സൂക്കുന്നുണ്ട് ഒരു കാര്യം കറക്റ്റായിട്ട് പറഞ്ഞ വേറെ രീതിയിലാക്കി സംസാരിക്കും. അപ്പൊ ഇന്ന് കണ്ടോ, പാല് തൈര് തൈര് ഇത് കൊണ്ട് അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്ന്. അതേപോലെ തന്നെ എന്താണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കൊണ്ട് അപ്പൊ പറഞ്ഞില്ല, അപ്പൊ പറഞ്ഞു ഞാൻ അതല്ല, അങ്ങനെയല്ല, എങ്ങനെയല്ല. ഇതിനൊരു എല്യൂസീവായ രീതിയിൽ സംസാരിക്കാന്ന് പറയും. ഭയങ്കര ബോറാണത്. എനിക്ക് അനുമോളിനെയും അനീഷിനെയും അതേപോലെ ആര്യനെയും നെവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ ഇമ്മാതിരി ഊളത്തരം കാണിക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ക്രിഞ്ച് അടിക്കുന്നു. ഞാൻ ഈ ആഴ്ച കംപ്ലീറ്റ് വോട്ട് കൊടുത്തു, എൻ്റെ എല്ലാ വോട്ടും കൊടുത്തു നെവിനാണ് കേസ്. ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷം. അതുപോലെ ലക്ഷ്മി ഒരു അനിയനെ പോലെ അവരോടുള്ള കെയർ കാണിക്കുന്നത്, അവൾ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് സംസാരിച്ചു. അതേപോലെ ഓവറായിട്ട് ഇമോഷൻ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അതിൻ്റെ ഉള്ളിൽ കയറിയായിരുന്നു. അതൊക്കെ അടിപൊളിയാണ്. അതുപോലെ അവള് പറയണ്ട പുറത്ത് വന്നിട്ട് എല്ലാവരോടും നീ കമ്പനി ആവാലോ എന്ന്. അപ്പം അടിപൊളിയായി. എന്തായാലും ഉള്ളിൽ ഒരു സമയത്ത് ഭയങ്കര ഹേറ്റേഴ്സോ അങ്ങനെ എന്തൊക്കെ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ടോക്സിസിറ്റിയാണ് അവള് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൽ കുറച്ച് മാറിയിട്ട് ഇപ്പൊ വന്ന് അവസാന സമയത്ത് കരച്ചിൽ നാടകമൊന്നും ഇല്ലാണ്ട് ഇറങ്ങി വന്നുകൊണ്ട് ഭയങ്കര ഒരു ക്ലാസ് ഒരു വൈബ് അവളുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ, ലക്ഷ്മിയോട് അറ്റാച്ച് ചെയ്യാൻ ആളുകൾക്ക് തോന്നുമെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും അടിപൊളിയായി. നല്ലൊരു കുറച്ചുകൂടിയൊക്കെ അടിപൊളിയായി കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ടോപ്പ് 5 വരാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു. വലിയ മാറ്റങ്ങളൊന്നും അവസാന സമയത്ത് ആളുകളെ ഇംപ്രസിപ്പിക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആളുകളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലാവുന്ന രീതിയിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നം. പിന്നെ ലൂസർ ലൂസർ എന്നൊക്കെ പറഞ്ഞില്ല, അത് ഭയങ്കര ക്രിഞ്ചായിരുന്നു കേസ് എന്നൊക്കെ തോന്നണം. എന്തായാലും ലക്ഷ്മി ഔട്ടായി. ഇനി കളി കൊഴുക്കാൻ പോവാണ് കേസ്. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നെവിൻ മുത്തുമണി.